ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സമ്പത്ത് വളരെ സൂക്ഷിച്ച് ചെലവാക്കേണ്ട ഒരു സാധനമാണ്. അതായത് ക്യാഷ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പർട്ടി ആവട്ടെ, എന്താവട്ടെ, നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. എന്നോട് തന്നെ ഞാൻ ഒരു 10,000 വട്ടം അത് പറയണം, എന്നെങ്കിലും എൻ്റെ തലയിൽ കയറാത്തൊരു സാധനമാണത്, ഈ പൈസയുടെ കാര്യം. പക്ഷേ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, എൻ്റെ ഗൾഫിലൊക്കെ ഉള്ള കാലത്ത് ഇപ്പൊ ഞാനൊക്കെ എനിക്കൊരു സമ്പാദ്യം ഞാൻ ജീവിതത്തിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തുമായിരുന്നു. റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ റെസ്പോൺസിബിലിറ്റി, അർഹിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആവണം എന്നുള്ളത് വളരെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെയോ അല്ലെങ്കിൽ വേറെ വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് കടബാധ്യതകളോ അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കര സംഭവങ്ങളൊക്കെ ഏറ്റെടുത്തെടുക്കാം. ഭയങ്കര ലേസി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരാൾ മാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഞാൻ. അതായത് ചെറുപ്പം മുതലേ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് 16 വയസ്സ് മുതൽ ഞാൻ എൻ്റെ വീട് നോക്കുന്ന ഒരാളാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എന്ന് ചോദിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ ഒരുപാട് കഥകളുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ അതാണ് എൻ്റെ 16 വയസ്സ് മുതൽ എൻ്റെ വീടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് ഞാൻ ഗൾഫിലേക്ക് പോകുന്നു. അന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരാളെ കണ്ണ് നിറയുന്നതോ ഇതാകുന്നതോ കണ്ടു കഴിഞ്ഞാൽ അപ്പം എൻ്റെ മനസ്സൊന്നും ഇതാവും. കടം വാങ്ങിച്ചിട്ടായാലും ഞാൻ പൈസ കൊടുക്കാറുണ്ട്, സഹായിക്കാറുണ്ട്. ഇത് എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചത്, എനിക്കൊരു അസുഖം വന്ന് ഞാൻ നാട്ടിലിരുന്ന് ഒരു നേരം ഡോക്ടറെ കാണിക്കാൻ പോലും കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സമയം ഉണ്ടായി. ഈ സഹായിച്ചവരും ഗൾഫിലുള്ള സമയത്തുള്ള കുറെ സുഹൃത്തുക്കളാവട്ടെ, കുറെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നവർ, പൈസ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് പോലും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു സമയം വന്ന് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ പോലും അന്ന് ഉണ്ടായിരുന്ന ഒരു ആളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. വളരെ വേദനയോട് കൂടെ പറയണത്, ക്യാഷ് ഉള്ളത് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് തന്നെ പെരുമാറണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിളാണ്. വളരെ ഇതിൽ പൊട്ടിപ്പടഞ്ഞ് ഇന്ന് ഒരുപാട് കടബാധ്യതയിലൂടെ നീങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. കൊടുത്ത് നശിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് പലരോടും എൻ്റെ അസുഖമുള്ള സമയത്ത് പലരോടും കൈ നീട്ടി പൈസ വാങ്ങേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇന്നും ഞാനൊരു വലിയൊരു കടബാധയാണ്. ഒരാള് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഒരാൾ, എൻ്റെ വാപ്പാടെ ഒരു കസിൻ ഉണ്ട്. ആളെ പേര് ഞാൻ പറയാം, ബഷീർക്ക. ആളാണ് നമ്മുടെ അസുഖത്തിൽ ഒന്ന് മുൻകൈ എടുത്തിട്ട് നമുക്ക് കുറച്ച് പൈസ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അസുഖമുള്ള സമയത്ത്. പിന്നെ കുറച്ച് 2-3 സുഹൃത്തുക്കൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മ പരിഗണിച്ച് പൈസ ഉള്ള സമയത്ത് നമ്മൾ കൂടെ നിർത്തിയവർ ആരും ഇന്ന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് വലിയൊരു തിരിച്ചറിവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വേണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നേരം കെടുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ തീർന്നു നമ്മുടെ കാര്യം. അതുകൊണ്ട് സമ്പത്തിനെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. തീർച്ചയായും അത് നിങ്ങളെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കും. കാരണം ഒരാളെ മുമ്പിലും കൈ നീട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു 500 രൂപ മറ്റൊരാൾ കടം ചോദിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.